എനിക്കാണെങ്കിൽ സ്വന്തം നാടും വീടും വിട്ടു പോകാൻ താല്പര്യമില്ല. ഇനി ഏതെങ്കിലും കല്യാണം കൂടാൻ പറ്റൂ, ഒരു ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റൂ, എല്ലാം 2-2.5 കൊല്ലം കഴിഞ്ഞല്ലേ പറ്റൂ. അച്ഛനും അമ്മയൊക്കെ എന്നെ കൊണ്ടാക്കിയിട്ട് പോവുകയും ചെയ്ത്. കൂട്ടുകാരന്മാരുണ്ട്, അവന്മാരൊന്ന് വിളിക്കാം. ഹലോ ഹലോ അളിയാ, നിങ്ങൾ എവിടെ? ഞങ്ങള് ബാറില്. ബാറിലാ? ഞങ്ങളെ ആരെയും വീട്ടിൽ കയറ്റത്തില്ലെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് ഞങ്ങള് ബാറിലിരിക്കുക. പിന്നെ നിന്നോടൊരു കാര്യം, ഈ തിരിച്ചു വരുമ്പോ ഒരുപാട് വിദേശ മദ്യം കൊണ്ട് വേണം വരാൻ. എടാ, ഞാനിവിടെ ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല, എയർപോർട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ പോകുന്നതിന് നിനക്കൊന്നൊരു വിഷമം പോലും ഇല്ലടേ. അയ്യോ കൂട്ടുകാരാ പോകല്ലേ, അയ്യോ കൂട്ടുകാരാ പോകല്ലേ, അയ്യോ കൂട്ടുകാരാ വൈ നിന്റെ നാടകം കൊള്ളാം. വൈ കട്ടിയില് പറ കോറസ്. അയ്യോ കൂട്ടുകാരാ പോകല്ലേ, അയ്യോ കൂട്ടുകാരാ പോകല്ലേ. ബാക്കിയുള്ള ഇവിടെ കിടന്നു എന്ത് ചെയ്യുന്നു? ഹലോ, ജോർജ് സാറിന്റെ ആരുമല്ല. പിന്നെ ഇത്രയും ബേസ് എന്തിന്? അഹൂജ കമ്പനിക്കാരൻ എന്നോട് ഇഷ്ടം കൊണ്ട് പടലേക്ക് വെച്ചെന്ന് നിനക്ക് ചൊറിയണം. വലിപ്പ മൂടാണല്ലോ. പോവാതിരിക്കണം. പോവാനിരിക്കുന്നത് ഈ ആങ്കിളിലല്ല, പോവാനിരിക്കുന്നത് നമ്മൾ ഈ ആങ്കിളിലല്ലേ. അതല്ല ചോദിച്ചത്, ഗൾഫിലോട്ട് പോയിരിക്കണമെന്ന്. ഗൾഫിലോട്ട് ഞാൻ പോകാനിരിക്കുമല്ല. പിന്നെ ഞാൻ ഇഷ്ടം പോലെ ഇഷ്ടത്തിന് എന്റെ കൂടെ കൊണ്ടുവരുന്ന ഒരു ബംഗാളിയുണ്ട്. അവനെ യാത്രയാക്കാൻ വന്നതാ. 18 വർഷമായി അവൻ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട്. എന്റെ മോനെ പോലെ ഞാൻ അവനെ കാണുന്നത്. ഒരു ബംഗാളിയായിട്ടല്ല. അവൻ എൻ്റെ അടുത്ത് അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞു. ഈ പ്രാവശ്യം അവൻ നാട്ടിൽ പോകുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറണമെന്ന്. ഞാൻ കോൺട്രാക്ടറായ ഞാൻ അവന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഇവിടെ വന്ന് അയക്കാനിരിക്കുക. അറിയാവോ? ആ ബംഗാളിയിലേക്ക് സമയം എന്റെ അച്ഛനമ്മ ചെയ്തെന്തെന്നറിയാമോ? എന്ത്? പൂച്ചയെ കൊണ്ട് കളയുമ്പോൾ അവിടെ കളഞ്ഞിട്ട് 2 പെട്ടി തന്നിട്ട് ഒറ്റ പോക്ക്. അത് നന്ദലാല പാട്ട് വിട്ടോണ്ട് അവർക്ക് ഈ നാട്ടിൽ ഞാൻ എങ്ങനെങ്കിലും പോയാൽ മതി. അത് മതി. ഓ, സമ്മതിക്കണം. എങ്ങോട്ട് പോണ്? ദുബായ്. എന്ത് ജോലി? പാചകം. അളിയന്റെ കൂടെ. പാചകമാണോ? ഓ, പാചകം. ധൈര്യമായിട്ട് പൊക്കോ പാചകത്തിന്. അയ്യോ, അളിയൻ പറഞ്ഞത് ഭയങ്കര പാടുള്ള പണിയാണ്. നീ അവിടെ പിടിച്ചിരിക്കുന്നതിനും പാടെന്നൊക്കെയാണ്. ആര് പറഞ്ഞു? ഞാനൊരു 5-6 വർഷം ഗൾഫിലുണ്ടായിരുന്നല്ലേ. അവിടെ ഇപ്പൊ വേറൊരു സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടത്തെ പോലെ നിങ്ങൾ കൈയിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞുണ്ടാക്കുന്ന പോലെയല്ല. അവിടെ മിഷണറീസ് ആണ്. ഫിഷറീസ് അല്ലെന്ന്, പിന്നെ മിഷണറിയാണ് അവിടെ. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു ആടിനെ നിർത്തിപ്പൊരിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആയതുകൊണ്ട് നമ്മൾ ഒരു ജീവനുള്ള ആടിനെ ഇതിന്റെ ഈ മിഷ്യന്റെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വിടും. ജീവനുള്ള ആടിനെ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോ നിർത്തിപ്പൊരിച്ച ആട് റെഡി. സത്യമായിട്ടും. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ പള്ളക്ക് ഒന്നിങ്ങനെ പിടിച്ചിട്ട് അത്ര സെറ്റപ്പാ. ഇനി നമുക്ക് ഈ ആട് വേണ്ടെങ്കിലോ? അതല്ലേ മിഷണറീസിന്റെ ഗുണമെന്ന് പറയുന്നത്. ഈ മിഷന്റെ അടുത്തോട്ട് ഈ നമുക്ക് വേണ്ടാത്ത ഈ നിർത്തിപ്പൊരിച്ച ആടില്ലേ, ഇതിനകത്തോട്ട് വീണ്ടും കയറ്റണം. തിരിച്ചിങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോഴത്തേന് ആട് ജീവനും കൂടെ ഒറ്റ ഓട്ടം. ഒരു പ്രശ്നമില്ല. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പള്ളക്കൂന്നിന്റെ കഷ്ണം പിച്ചെടുത്തില്ലേ, അതിന്റെ ഒരു ചെറിയൊരു ഹോള് കാണും. ആടിന്. എന്റെ പൊന്നു പുളു. ദൈവമേ, എന്തോന്ന് പുളു കൊണ്ടടിക്കുന്നത്. അണ്ണന്റെ പേരെന്തോന്നു? എന്റെ പേര് ചിത്തൻ. ഓ, സ്വന്തമായിട്ട് പേര് പറഞ്ഞ് സ്വന്തമായിട്ട് എന്നെ വിളിയൊക്കെയാണ്. അതല്ലെന്ന്, ചിത്തൻ ഓ എന്ന് പറയുന്നത് എന്റെ ഇൻഷലാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ബംഗാളിക്ക് ടിക്കറ്റ് കൊടുത്ത് അനിയനെ പോലെ കണ്ട് നിങ്ങൾ കയറ്റി വിടുന്നു. നിങ്ങൾ എന്താണ് ഈ മലയാളി സ്നേഹിക്കാത്ത? മലയാളി സ്നേഹിക്കാത്ത കാര്യമുണ്ടാ? ഞാൻ എന്റെ കോൺട്രാക്ടർ പിടിക്കുന്ന വീട്ടിലോട്ട് ഒരു മലയാളിയെയും ബംഗാളിയും കൂടെ കൊണ്ടുവച്ചെന്ന മലയാളി എന്തോ ചെയ്യുന്നറിയാം. രാവിലെ തുടങ്ങും ഫോണും തോണ്ടി ഇങ്ങനെ ഇരിക്കാൻ. ഈ ബംഗാളി അതല്ല. ഈ ബംഗാളി രാവിലെ 6 മണിക്ക് സൈറ്റിൽ കയറും. കട്ടച്ചൂടും പണിയാ അവിടെ കിടന്ന് 6 മണി വരെ. വൈകുന്നേരം 6 മണിയാകുമ്പോ എന്റെ വീട്ടിൽ വരും. അതും അവന്റെ സൈറ്റാ. അവിടെയും പണിയെടുത്തിട്ട് ഈ ബംഗാളി ഫോൺ തോണ്ടുന്ന എപ്പോഴാന്നറിയാലോ? ഇല്ല. രാത്രി 12 മണി. അപ്പോഴും അവ ഏതോ സൈറ്റിൽ കയറുന്നതായിരിക്കും. അതൊക്കെ അവന്റെ വ്യക്തിപരമായ താല്പര്യം. പക്ഷെ രാവിലെ അവൻ പണിക്ക് ജിൽ 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 എന്ന് പറഞ്ഞ് നിൽക്കും അവൻ. അത്രേ ഉള്ളൂ. ഇവനാണ് എന്റെ പണിക്കാരൻ. ചേട്ടാ, ഒരു മിനിറ്റ്. എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കുറെ മെസ്സേജ് വരുന്നുണ്ട്. अरे खोर मैं खोद खत बात खोर मैं खत खत खा खत वाले मैं खत कर मैंने खत 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 खा. ഇത് മുട്ട വല്ല വിടൂ? മുട്ടയിട് വന്നോ? പിന്നെ പടക്കോഴയില് വന്നിരിക്കുന്നു. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു ബംഗാളില്. പിന്നെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എന്താ എന്തൊരു ഒച്ചയൊക്കെ കേട്ടായിരുന്നു? അയ്യോ, അതെന്നെ സ്നേഹത്തോടെ അവരെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് കൂട്ടുകാർ വന്നതാണ്. കൂട്ടുകാർ വന്നതാണ്. അപ്പൊ മറ്റേ സച്ചുവും അവന്മാരൊക്കെയാ? അവന്മാരുമായിട്ട് ഞാൻ പിണങ്ങി ചേട്ടാ. പിണങ്ങിയത് പറഞ്ഞതിന് മല്ല ചേട്ടാ. ഞാൻ അവർക്കൊരു മുദ്രാവാക്യം എഴുതി കൊടുത്തു. മുദ്രാവാക്യം എഴുതി കൊടുത്തു. അതിന്റെ മീറ്റർ തെറ്റിയെന്നും പറഞ്ഞു ഉമ്മാരെ എന്നോട്. മുദ്രാവാക്യം എഴുതി കൊടുത്തതിന് മീറ്റർ തെറ്റിയെന്ന് പറഞ്ഞ് വലിയൊരു പിണങ്ങുവാ. എന്താ സംഭവം എന്നറിയാമോ? ഇല്ല.
കട്ടത്തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട്, അതുണ്ട്, ബോണസ് ഉണ്ട്, കട്ടത്തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട്, കയർ തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട്, ബോണസ് ഉണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ബോണസ് ഇല്ല. ഇത് ഞാൻ എഴുതി കൊടുത്തിട്ട് മീറ്റർ തെറ്റിപ്പോയെന്നും പറഞ്ഞാണ് ഇവന്മാർ പിണങ്ങിയത്. എടാ എനിക്കൊന്നും മനസ്സിലാകുന്ന, അതൊന്ന് പറഞ്ഞു തരാവാ. അത് പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ ഏറ്റു പറയാൻ പറ്റുമോ? എടാ ഒന്ന് വിളിക്കാവളാ, അവൻ അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഓ വിളിക്കാം. കട തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട്, കട്ടത്തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട്, കയർ തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട്, കയർ തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം ബോണസ് ഇല്ല. എങ്ങനെ? ഇനിയും വേണം. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം ബോണസ് ഇല്ല. ഇതിന്റെ മീറ്റർ തെറ്റിയെന്ന് പറഞ്ഞാണ് അവര് നിന്നോട് വഴക്കുണ്ടാക്കിയത്. അതെ. ഇത് മീറ്റർ തെറ്റിയല്ലടാ, പിന്നെ? ഇത് മീറ്റർ നിന്ന് കത്തിയത്. ഇപ്പൊ മിണ്ടല്ലേ, വീണ്ടും മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജാ? അരെ ചോയ്ക്കാൻമാർ കോർ കോൾ മേ കട്ട് കട്ട് ഖോ സം കട്ട് 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 മൻ കട്ട് കട്ട്. എന്തുവാ കാണിച്ചത്? ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയതാണ്. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയതാ. സ്വന്തം ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചാടാം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത്. ആ ഫോൺ പോണെങ്കിൽ പോട്ട് ചേട്ടാ, ഹെഡ്സെറ്റ് ഉണ്ടല്ലോ. എനിക്ക് ദുബായി കൊണ്ടുപോയി എന്റെ അച്ഛൻ വീട്ടിൽ തന്നോണ്ട് അച്ചപ്പം, അരിമുറുക്ക്, ചിപ്സ് അതിന്റെ പട കടക്കാരിയിരിക്കുന്നത്. ഈ അച്ചപ്പം പൊടിച്ചല്ലേ തിന്നുന്നത്. അച്ചപ്പം പൊടിക്കുന്ന കൈ കൊണ്ടാണ്, അല്ലാതെ ചന്തി കൊണ്ടല്ല. എന്നീ കേരളത്തിൽ കാലുകുത്തിയോ അന്ന് മുതൽ ഞങ്ങൾ മലയാളിക്ക് ജോലിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെട്ടി പ്രമാണം എടുത്തോണ്ട് ദുബായിക്ക് പോകേണ്ടി വരുന്നത്. അല്ലാതെ നിനക്കൊക്കെ കേരളത്തിൽ നിന്ന് പണിയാൻ പറ്റാത്തോണ്ടല്ല. എനിക്ക് എന്റെ ചെറുക്കനെ വല്ലതും പറഞ്ഞിട്ടല്ലോ പറയും. എടാ ഇവൻ എന്തൊക്കെ പണിയെന്ന് അറിയാമോ? എന്താ പണി ചെയ്യുമോ? എടാ ഇവൻ എന്റെ വീട്ടിലെ സകല തെങ്ങിലും വലിഞ്ഞു കയറും. അണ്ണാനാണോ എനിക്ക് അണ്ണാനല്ലെന്ന്, പിന്നെ? എന്റെ വീട്ടിലെ സകല തെങ്ങിലും ഇവൻ കയറി തേങ്ങ ഇടും. പിന്നെ ഒരു കുഴപ്പമുണ്ട്, ഈ മിഷ്യൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇവൻ ആ പണി നിർത്തി. ഇവൻ മടിയായി. മടിയനാര് കൊണ്ടല്ല, എന്ത്? ഈ നെഞ്ചൊറഞ്ഞ് കേറുമ്പോ കിട്ടുന്ന സുഖം മിഷനകത്ത് കിട്ടില്ല. എന്തൊരു മനുഷ്യൻ. അതല്ല, നിനക്ക് വീട്ടിലേക്ക് കൊണ്ടുള്ള സാധനത്തിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ മേടിച്ചോളാം. വീട്ടിലെ അച്ഛനും വീട്ടിലെല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലേ. എന്തൊക്കെ വേണം? അത് അമ്മയ്ക്ക് 10 കവർ തമ്പാക്ക്, അച്ഛന് 25 ഹുക്ക, ചുക്ക. അതെന്താടാ? അവരെ ഒരു ചുക്കിനും കൊള്ളത്തില്ല ചേട്ടാ. എടാ അതല്ല, നീ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആൾക്കാരെ വിളിച്ച് പറയണം നിന്നെ വന്ന് പിക്ക് ചെയ്തോണ്ട് പോവാൻ. വിളിച്ചു പറയാൻ പറ്റില്ല. അതെന്നാ? ഞാൻ ലെഫ്റ്റ് ആയില്ല, എന്റെ ഫോൺ പോയി. ഫോണും തല്ലി പൊട്ടിച്ചിട്ട് ലെഫ്റ്റ് ആയില്ല. എന്താടാ? അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ ഫോൺ താ. എന്റെ ഫോൺ കാരണത്തിരിക്കുക. എന്നാ പിന്നെ നിങ്ങളുടെ ഫോൺ തരാമോ? എന്റെ ഫോൺ തരാൻ പറ്റൂല. എടാ ഒന്ന് കൊടുറ, അവന് വീട്ടിൽ വിളിച്ച്. എന്റെ ഫോൺ തരാൻ പറ്റൂല. നമ്മൾ മനുഷ്യന്മാരല്ലേ ചേട്ടാ. തരാൻ പറ്റൂല. എടാ കൊടുക്കടാ ഒന്ന് പ്ലീസ്, വീട്ടിൽ വിളിച്ച് പറയട്ടെ പ്ലീസ്. ഒന്ന് താ ചേട്ടാ. വലിയ ശല്യമായല്ലോ. ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടു, വിളിക്കട്ടെ. എന്റെ ദൈവമേ, എന്താ വിളിച്ച് പറ. ഇതിനകത്തും എന്തൊക്കെയോ വരുന്നുണ്ട് മെസ്സേജ്. അത് നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഭയങ്കര ശല്യമാണ്. ചേട്ടനും ശല്യവാ ഗ്രൂപ്പ് അല്ലേ? എടാ, എന്തുവാടാ മുടിഞ്ഞവനെ? വിളിച്ചോണ്ട് പോ. ആദ്യം കയറിയിരുന്ന എന്റെ അച്ചപ്പം പൊട്ടിച്ച്, അച്ചപ്പം. ഇപ്പൊ എന്റെ വില കൂടിയ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചത്. എന്താ ചേട്ടാ ഇത്? ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചതല്ല. എനിക്കിതിന്റെ കാശില്ല, എന്റെ കുളം മാറും. എടാ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം. എന്റെ ചെറുക്കനാണ് പൊട്ടിച്ചളഞ്ഞത്. നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. കാരണം തന്നില്ലെങ്കിൽ നിന്നെ വിടൂല, അവനെ വിടൂല ഞാൻ. എന്റെ ചെറുക്കനൊന്നും പറയരുത്. എടാ ഇവനെ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? ഒരു രാത്രി പെരുമ്പാവൂര് വെളുപ്പിനെ 3:30 നടക്കാനിറങ്ങി. തനിക്ക് ഉറക്കമില്ലേടോ? എടാ അതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പൊ പെരുമ്പാവൂര് വെളുപ്പിനെ 3:30 നടക്കാനിറങ്ങി. മഴയുണ്ടായിരുന്നു. ഞാൻ നടന്നിങ്ങനെ പോകുമ്പോ പുറകിന്ന് ഒരു കരച്ചിൽ. കാക്ക കുഞ്ഞല്ലോ ആണോ? കാക്ക കുഞ്ഞല്ലേ. തിരിഞ്ഞു നോക്കിയപ്പോ ഈ കുഞ്ഞ് കൂട്ടം തെറ്റി നിൽക്കുന്നതാ. 10 വയസ്സേയുള്ള ഇവന്. ഞാൻ വീട്ടിൽ ചേർത്ത് നിർത്തി. ഇവനെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല, ഞാൻ പണിയുന്ന കോൺട്രാക്ട് സ്ഥലത്ത് കൊണ്ടുപോകാനാ. എന്നിട്ട് അവന്റെ ഇഷ്ടത്തിന് ഞാൻ 40 പാക്കറ്റ് സിമെന്റ് കുഴപ്പിച്ചാണ് കൊണ്ടുപോയി. എന്റെ ദൈവമേ, അവന്റെ ഇഷ്ടത്തിന് ഞാൻ അവനെ 8 നിലയുടെ മെകളിൽ കെട്ടി കമ്പി കെട്ടിച്ച് അവന്റെ ഇഷ്ടത്തിന്. എടാ താൻ മനുഷ്യനാണോ? എന്താ? എടാ 10 വയസ്സുള്ള ചെറുക്കനെ ജോലി ചെയ്ത ബാലവേലയ്ക്ക് അകത്ത് പോയിട്ട് കേട്ടോ. അന്നവര് 10 ഇന്നവര് ഒരുപാട് എന്റെ മോന്റെ അടുത്താണ് നീ ഇങ്ങനെ ചെയ്യോ? അത് ചെയ്യില്ല. അവൻ മണ്ടനായോണ്ട് കേട്ടോണ്ട് നിന്ന് ഞാനാണ് ചെവിക്കലടിച്ച് പൊട്ടിച്ചത്. അങ്ങനെ പറയരുത്. ഒരു കാര്യമുണ്ട്, ഒറ്റക്ക് നീ പോകണ്ട, ഞാനും കൂടെ ടിക്കറ്റ് എടുത്ത് ഞാൻ വരാം. അയ്യോ ചേട്ടൻ വരണ്ട. അതെന്നാ? ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ കഴിഞ്ഞ 30 പ്രാവശ്യം നീ വീട്ടിൽ കൊണ്ടുവരുന്നല്ലോ. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ല. ഭയങ്കര വിശ്വാസമാണല്ലോ കണ്ടാക്കിന്. നീ അവിടെ ചെന്നാ നീ നിൽക്കും, ഞാനും കൂടെ വരാം. എന്താ സംഭവം എന്നറിയാമോ? എന്തുവാ? എന്റെ ചേട്ടാ, ഞങ്ങളുടെ നാട്ടിലൊരു ശാപം കിട്ടിയൊക്കെയാണ്. എന്താന്നറിയാമോ? 50 വയസ്സുള്ള പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹോമം കർമ്മങ്ങൾ ചെയ്തോണ്ടിരിക്കുക നാട്ടിൽ. 50 വയസ്സുള്ളവരെല്ലാം അവിടെ ഉണ്ട് ഇപ്പൊ. ഉണ്ട്. എനിക്ക് 49 വയസ്സല്ലേ ഉള്ളൂ. ചേട്ടൻ വരണ്ട. അതെന്നാ? ചേട്ടാ യുപിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സിത്തൻ തന്നെ അല്ലേ? മോനെ നീ പോയിട്ട് വരണേടാ. ഞാൻ വരും ചേട്ടാ. ഉറപ്പാണോ? അങ്ങനെയാണെങ്കിലും മറ്റേ പോക്കറ്റിൽ ഇരിക്കുന്ന പേപ്പറിങ് എന്നടാ. അതെന്തിനാ? നീ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഗ്യാസിന്റെ കാർഡ് എടുത്തു തന്നത്.
ഇതാണ് പാസ്പോർട്ട്. ചേട്ടാ ഓ, ഞാനും ഒരു ഉമ്മ തരട്ടെ. വേണ്ട, നിന്റെ തമ്പാക്കല്ല എന്റെ വായി കയറി. മോനെ ആ, തിരിച്ചു പറഞ്ഞേടാ. വരും ചേട്ടാ. സൂര്യാങ്കുരം ഏകയായി നീലാംബരം തിരിച്ചു പറഞ്ഞേടാ മോനെ. ഈ 40 പാക്കറ്റ് കൊടുക്കാൻ കിടക്കും. ഞാൻ വരും ചേട്ടാ. അരെ ബായ്, ഏ? ഒരു കാര്യം ചോദിച്ചോട്ടോ, ആ, നീ പോയാ ഇനി തിരിച്ചു വരൂ? തിരിച്ചു വരും. നിനക്ക് പ്രാന്തുണ്ടാണ്. അതെന്താ ചേട്ടാ? 18 വർഷമായില്ലേ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങി. ആ. ഒരു മാസത്തെ ലീവ് കിട്ടുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് അടിച്ചു പൊളിക്കാനുള്ളതിന്. എടാ, ഞാൻ പോകുന്നതിന് കാര്യമുണ്ട്. എന്താ? എനിക്ക് വീടില്ല, വസ്തുവില്ല, പെങ്ങന്മാരെ കെട്ടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ കിടക്കൂലായിരുന്ന. എന്റെ ചേട്ടാ, ഞാൻ തിരിച്ചു വരുന്നത് എന്താണെന്നറിയാമോ? ആ. ഞാൻ പെങ്ങന്മാരെ കെട്ടിച്ചു, സ്ഥലം മേടിച്ചു, പുര വെച്ചു. ഇതെല്ലാം ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ചേട്ടാ. അപ്പൊ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ? പിന്നെ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ചേട്ടാ. പാട്ട് കേൾക്കാൻ ഒരു ഫോണും പണിയെടുക്കാൻ നല്ലൊരു മനസ്സുമുണ്ടെങ്കിൽ ഈ കേരളവാസേട്ടാ ഞങ്ങളുടെ ഗൾഫ്. അണ്ണാ, ആ, എന്റെ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്ത്? ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അതെന്നാ? നാളെ മുതൽ ഞാൻ അണ്ണന്റെ പണിക്ക് വരാൻ പോകുന്നു. ഉറപ്പാ? പിന്നെ എവൻ ഇവിടെ നിന്ന് ഇത്തരം ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? നിനക്ക് പണിയാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എന്റെ സൈറ്റിൽ ഞാൻ നിന്നെ കൊണ്ടുപോകൂടാ. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ ചേട്ടാ. അപ്പൊ ഹാപ്പി ജേണി. ഹാപ്പി ജേണി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.